ഈ ബീഹാറിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി വലിയ പ്രസ്താവനയുമായി രംഗത്ത് വരികയാണ്. അത് EVM-മായി ബന്ധപ്പെട്ടാണ്. അതിൽ വലിയ അട്ടിമറി ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അതിനെ പിന്തുണച്ച് കേരളത്തിലെ നേതാക്കളും പലരും പ്രസ്താവനകളെല്ലാം വരുന്നത് കണ്ടു. പക്ഷേ ഈ നിലമ്പൂരിലെ EVM എങ്ങനെയുണ്ട്? ഇതുവരെ ഒന്നും പറഞ്ഞു കേട്ടില്ല. എന്താണ് ഇത് വെച്ചാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് കേട്ടോ. രാഹുൽ ഗാന്ധിക്ക് അത് കത്തെഴുതണം. കാരണം രാവിലെ 9 മണിയായപ്പോൾ 8% ഉള്ളൂ. നമ്മൾ കണ്ടതാണ്. വൈകുന്നേരം ആയപ്പോൾ അത് 74%. ഇതെങ്ങനെ സംഭവിക്കും? അട്ടിമറി നടന്നിട്ടില്ലേ? പാവം അറിഞ്ഞു കാണത്തില്ല ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് നടന്നു. ഇത് ചോദ്യം ചെയ്യണേ. രാവിലെ 8% ഉള്ളത് വൈകുന്നേരം. വയനാട് അദ്ദേഹത്തിന്റെ മുൻ മണ്ഡലമല്ലേ? അദ്ദേഹത്തിന്റെ സഹോദരിയുടെ മണ്ഡലമല്ലേ? വയനാട്ടിലൊരു നിയോജക മണ്ഡലമാണ് നിലമ്പൂർ. അപ്പോൾ അറിഞ്ഞു കാണുമായിരിക്കും അല്ലേ? പക്ഷെ പുള്ളിക്കാരൻ എന്തോ ഒരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ട്. കാരണം രാവിലെ 9 മണിക്ക് 8% ആണെങ്കിൽ വൈകുന്നേരം 5 മണിയാകുമ്പോൾ 4% അല്ലേ ആവേണ്ടത്? 9ൽ നിന്ന് 1 കുറയ്ക്കുമ്പോൾ 8, ആ ശതമാനം നമ്മൾ കണ്ടു. വൈകുന്നേരം 5 മണി കഴിയുമ്പോൾ 4%-ത്തിലോട്ട് പോകേണ്ടത്. പുള്ളിയുടെ ലോജിക്ക് അതാ, അത് കൂടാൻ പാടില്ല. ആ പുള്ളിയെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും ചീത്ത പറയും, സകലമാന എല്ലാവരും ചീത്ത പറയും, ഭരണഘടനാ അധികാര കേന്ദ്രങ്ങളെ മുഴുവൻ ചീത്ത പറയും. പറഞ്ഞു, പരാതി കൊടുത്ത് ഇവിടെ അല്ല, ഇവിടെ സുപ്രീം കോടതി കൊടുത്ത് പോയെടുത്തോണ്ട് പോകാൻ പറഞ്ഞു. ഈ പൊട്ടക്കേസ് ഇനിയിപ്പോൾ ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൽ കൊടുക്കാൻ പോവുക. രാജ്യം നീളെ പറഞ്ഞു. അവിടെ ചെന്ന് പറഞ്ഞതേ, ബ്രിട്ടനിൽ ചെന്ന് പറഞ്ഞു. ഇതെന്തോന്നാ ഇന്ത്യയിലെ ജനാധിപത്യം എന്ന് പറയുന്നത്? രാവിലെ വേണമെങ്കിൽ ഇത് പറയാം, രാവിലെ 9 മണിക്ക് 8% ഉള്ളൂ. നിങ്ങൾ നോക്കൂ, ഞാനൊന്നും പറയുന്നില്ല. വൈകുന്നേരം 5 മണിയായപ്പോൾ അത് 70%. എങ്ങനെ സംഭവിക്കും? അതിൻ്റെ അരിത്മെറ്റിക്സ് അനുസരിച്ചാണെങ്കിൽ രാവിലെ 9 മണിക്ക് നിങ്ങൾക്ക് 8 ഉള്ളെങ്കിൽ വൈകുന്നേരം 5 മണിയാകുമ്പോൾ 4% അല്ലേ വരാവും, 1 കുറവ്. ഇതാരും ചിന്തിക്കുന്നില്ല. രാജീവ് ഗാന്ധിയുടെ ബുദ്ധി ആർക്കും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ, അല്ലേ? ശരിയല്ലേ? കേരളത്തിലെ നേതാക്കൾ ഇതിനെക്കുറിച്ച് പറയുന്നില്ലല്ലോ. അവർക്ക് മഹാരാഷ്ട്രയിലെയും അതോടൊപ്പം തന്നെ ബീഹാറിലെയും എല്ലാ ഇടങ്ങളിലെയും EVM-ന് പ്രശ്നമാണ്. പക്ഷേ ഇവർ വിജയിക്കുന്ന കർണാടക ആയാലും ഹിമാചൽ ആയാലും അവിടെയുള്ള EVM വളരെ കൃത്യമാണ്. ഇപ്പോൾ അവസാനം നിലമ്പൂരിലെ EVM-ഉം കൃത്യമാണ്. ഇത് ജനാധിപത്യത്തിന്റെ വിജയം കൂടിയാണ്. അല്ല, പ്രിയങ്ക ഗാന്ധി വന്നപ്പോൾ ഒരു കാര്യം പറയാറ്, MP അല്ലേ, അവർ പറയുന്ന വാക്കിനൊരു ശക്തി ഉണ്ടല്ലോ. ഇവിടെ EVM വേണ്ട, നമ്മുടെ മണ്ഡലം, എൻ്റെ പാർലമെൻറ്റ് മണ്ഡലം, ഇവിടെ ബാലറ്റ് ബോക്സ് മതി, എന്നിട്ട് തിരഞ്ഞെടുപ്പ് നടത്തിയാൽ മതി എന്നും പറഞ്ഞ് ഒരു ദിവസം ഒന്ന് സത്യാഗ്രഹം ഇരുന്നാൽ അത് ഉടനെ മാറ്റി ബാലറ്റ് ബോക്സിലാക്കിയതിനെ വലിയ പ്രയാസമുള്ള കാര്യമല്ല. ഒരു മണ്ഡലമല്ലേ ഉള്ളൂ. ഒരൊറ്റ വാക്കും പറയാതെ വേറെ എന്തൊക്കെ പലസ്തീൻ്റെ കാര്യം, ഹമാസിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട് അവിടുത്തെ സാധാരണക്കാർക്കൊന്നും മനസ്സിലായില്ല. അത് പറഞ്ഞിട്ട് എന്തോ പറഞ്ഞു വെച്ച് പോകുന്നതെന്നുള്ളത്. അങ്ങനെ പറഞ്ഞു വെച്ച് പോയി. അല്ല, കോൺഗ്രസ്സുകാർ പറയുന്ന ഇന്ദിരയുടെ മൂക്ക് കണ്ടിട്ടാണ് പ്രിയങ്ക ഗാന്ധിക്ക് അവിടുത്തെ ജനങ്ങൾ വോട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് പറയുന്നത് മനസ്സിലാക്കണ്ട, മൂക്ക് കണ്ടാലും മതി. ഇന്ദിരാഗാന്ധിയുടെ മുഖഛായ അത് കണ്ടിട്ടാണ്, ആ മൂക്ക് കണ്ടിട്ടാണ് വോട്ട് ചെയ്തതെങ്കിൽ തീർച്ചയായിട്ടും അത് നല്ല കാര്യം തന്നെ. അപ്പം നല്ല മൂക്കുള്ളവരെ സ്ഥാനാർത്ഥികളായിട്ട് ഇനി മൂക്കന്മാർ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബഷീറിൻ്റെ വിശ്വവിഖ്യാതമായ മൂക്കുള്ളവർ വല്ലതും ഉണ്ടെങ്കിൽ അവർക്ക് വൻപിച്ച ഭൂരിപക്ഷം കിട്ടും. പാർട്ടിക്ക് അങ്ങനെ 3-2 ഭൂരിപക്ഷവും ഉണ്ടാക്കാം. അതല്ലാതെ വേറെ മാർഗ്ഗമില്ല കേട്ടോ. കാരണം ഈ ബാലറ്റ് ബോക്സ് തന്നെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ബാലറ്റ് ബോക്സ് ഉപയോഗിക്കേണ്ട, EVM മതി എന്നുള്ള തീരുമാനത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഏതെല്ലാം വാതിലിൽ ചെന്ന് മുട്ടിയിട്ട് ഒരു രക്ഷയില്ല. ഇലക്ഷൻ കമ്മീഷൻ അവിടുത്തെ വോട്ടിങ്ങിൻ്റെ കണക്കുകൾ മുഴുവൻ നേരത്തെ ഒരു കോപ്പിയും കൂടെ കൊടുത്തു. ഒരു കള്ളത്തരം, എവിടെയെങ്കിലും ഒരു കള്ളത്തരം കണ്ടാൽ അപ്പം അവിടെ എത്തിപ്പിടിക്കുന്നതാണ് ഇലക്ഷൻ കമ്മീഷൻ. BJPയുടെ നോട്ടുമായിട്ട് പോയ വണ്ടി പിടിച്ചു ഇവരുടെ നിരീക്ഷകർ. BJPയുടെ ജനാർദ്ദൻ റെഡ്ഡി അഴിമതി കാണിച്ചു എന്നുള്ള പേരിൽ അയാളുടെ രാഷ്ട്രീയ ഭാവിയും പോയി, സാമ്പത്തിക ഭാവിയും പോയി, ജയിലിൽ കിടക്കുകയാണ് കർണാടകത്തിൽ. കർണാടക ഗവൺമെൻറ് അറസ്റ്റ് ചെയ്തല്ല, ED അറസ്റ്റ് ചെയ്ത് പിടിച്ച് ജയിലിലിട്ടിരിക്കുക. ഇതേതവനാണെന്ന് നോക്കത്തല്ല, BJPയുടെ കൊമ്പൻ നേതാവ്, BJPയുടെ ഫണ്ട് റേസറോ ഏതവനായാലും പിടിച്ച് ജയിലിലിട്ടുകൊണ്ടിരിക്കുക. ഇതൊന്നും ഈ രാഹുൽ ഗാന്ധി കാണുന്നില്ല. ഈ രാഹുൽ ഗാന്ധി ഇപ്പോൾ ഇവിടെ തോറ്റത് കോൺഗ്രസ് ആണെങ്കിലും ഒന്നും പറയില്ലായിരുന്നു ശ്രീജിത്തെ. കാരണം എന്താ? CPM ആയിരിക്കുമല്ലോ ജയിക്കുന്നത്. അതേസമയം നമ്മളെ ഒന്നല്ലേ പോട്ടെ. അതേസമയം BJP എങ്ങാണ് ഇവിടെ ഒരു അട്ടിമറിക്ക് ഒരു ജയം കാഴ്ച വെച്ചെങ്കിൽ ഇത് അട്ടിമറിക്കുക. മോദി അവിടെ ഇരുന്നുകൊണ്ട് റിമോട്ട് കൺട്രോൾ അത് വഴി ഇതിനെ ജന്മത്ത് വേറൊരു സോഴ്സിൽ നിന്നുള്ള ഒരു റിമോട്ട് വഴി ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു പാവം കമ്പ്യൂട്ടറാണിത്. എൻ്റെ ദൈവമേ, ഈ രാഹുൽ ഗാന്ധി ദേശീയ നേതാവായതോടുകൂടി നമ്മുടെ ഈ EVM കേട്ടിട്ടുള്ള തെറി മനുഷ്യൻ സഹിക്കില്ല. യന്ത്രമായതുകൊണ്ട് അത് സഹിച്ചു പോരുന്നു. ഇപ്പോൾ ഇവിടെ നോക്കുന്നതാണ്, നിലമ്പൂരിൽ ഒരു തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞപ്പോൾ പ്രിയങ്കയ്ക്കും പ്രശ്നമില്ല, ഗാന്ധി കുടുംബത്തിനും പ്രശ്നമില്ല, ഇന്ത്യ മുന്നണിക്കും പ്രശ്നമില്ല, യാതൊരു പ്രശ്നമില്ല. കുറ്റമറ്റ തെരഞ്ഞെടുപ്പായിട്ട് ഒരു തെരഞ്ഞെടുപ്പെങ്കിലും അദ്ദേഹം വെറുതെ വിട്ടല്ലോ എന്നുള്ളൊരു സന്തോഷമാണുള്ളത്. എന്ന് മാത്രമല്ല, ഗുജറാത്തിൽ BJPയെ തോൽപ്പിച്ചുകൊണ്ട് ആം ആദ്മി പാർട്ടി ജയിച്ചു.
അത് ഈ EVM ഉപയോഗിച്ചുകൊണ്ടാണ്. ഇതേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ അധികാരത്തിലിരിക്കുന്നത്. അത് രാഹുൽ ഗാന്ധി കണ്ടോ എന്തോ? അത് കണ്ടെങ്കിൽ അതും അട്ടിമറിയാണെന്ന് പറയുമായിരുന്നു അദ്ദേഹം. മിണ്ടില്ല, അതിനെക്കുറിച്ചൊന്നും മിണ്ടില്ല. ഇത് തന്നെ സുപ്രീം കോടതി വളരെ രൂക്ഷമായ ഭാഷയിൽ അങ്ങനെ തെരഞ്ഞെടുപ്പ് ജയിക്കുന്ന ഉടനെ EVM ശരി, തോൽക്കുന്ന ഉടനെ നിങ്ങൾ EVM തെറ്റ് എന്ന് പറയുന്നത്. അല്ലാതെ രാഹുൽ ഗാന്ധി കുറച്ച് നാളുകളായി തന്നെ അത്തരത്തിലുണ്ടല്ലോ. കോൺഗ്രസ് വിജയിക്കുമ്പോൾ ജനാധിപത്യത്തിന്റെ വിജയം, അവിടെ വസന്തം വരുന്നു. BJP ജയിക്കുമ്പോൾ അവിടെ അട്ടിമറി. CPM ആണെങ്കിൽ പറയും ജനങ്ങൾ തോറ്റു, ഞങ്ങൾ തോറ്റില്ല, ജനങ്ങളാണ് തോറ്റത്. അതെ, അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്നുള്ള ഒരു സാക്ഷ്യമാണത്. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യമുണ്ട്. ഇദ്ദേഹം അറിഞ്ഞിട്ടില്ലേ ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്നെ രാഷ്ട്രീയ വിഭാഗമായിട്ടുള്ള വെൽഫെയർ പാർട്ടിയുമായിട്ടുള്ള ബാന്ധവം കോൺഗ്രസ് അവിടെ നടത്തിയത് ഇദ്ദേഹം അറിഞ്ഞിട്ടില്ലേ? മുസ്ലിം ലീഗിൻ്റേത് പണ്ട് തൊട്ടേ ഉള്ളതാണല്ലോ. അപ്പോൾ അത് പുള്ളിയുടെ ആശീർവാദത്തോടു കൂടി നടപ്പാക്കിയതാണ്. അപ്പോൾ വർഗീയതയില്ലാത്ത മതനിരപേക്ഷ പാർട്ടിയാണെന്ന് തെളിയിക്കാൻ വേണ്ടിയാണോ വെൽഫെയറുമായിട്ട് ഒരു വെൽഫെയറിലേക്ക് അദ്ദേഹം പോകുന്നത്? അതോ അദ്ദേഹം മൗദൂദിസത്തിൻ്റെ ആളാണ്, ആഗോള ഇസ്ലാമിക വൽക്കരണം അതിൻ്റെ ആളാണോ അദ്ദേഹം? അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പോഴേ അദ്ദേഹം മതം മാറിയിട്ട് അതിൻ്റെ ആദർശങ്ങൾ പ്രചരിപ്പിച്ച് നടത്തണം. കൂട്ടത്തോടെ മതം മാറിക്കോളൂ. അങ്ങനെ മതം മാറുകയല്ലേ ചെയ്യേണ്ടത്? അതാണ് നിങ്ങളുടെ ആദർശമെങ്കിൽ VD സതീശനും ആകാതെ മതം മാറിയിട്ട് ഞങ്ങൾ ആഗോള ഇസ്ലാമിക പിന്നെ ഐക്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ആഗോള ഇസ്ലാമിക വൽക്കരണത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ പാർട്ടി മാറുകയാണ്. അങ്ങനെ ചെയ്തിട്ട് ഞങ്ങൾ പാർട്ടിയല്ല, ഞങ്ങൾ മതം മാറുകയാണ്. അദ്ദേഹത്തിന് 4ാം വേദം കൂടാമല്ലോ അവിടെ പോയി പൊന്നാനി പോയിട്ട്. അങ്ങനെയൊക്കെ ചെയ്യണ്ടേ? രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും അതൊക്കെ ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പിന്നെ നിങ്ങൾ അമ്പലം കാണുന്നുണ്ടെങ്കിൽ അവിടെ ശ്രീരാമൻ്റെയും ലക്ഷ്മണൻ്റെയും വേഷം കളിക്കുക, സീതയുടെയും വേഷം കളിച്ച് എന്തിനാ ഈ കോപ്രായങ്ങൾ കാണിക്കുന്നത്? പിന്നെ ഇത് അതിൻ്റെ ആവശ്യമേ വരത്തില്ല. ഒരു വേഷവും കെട്ടാൻ സമ്മതിക്കില്ല. വേഷം കെട്ടിക്കഴിഞ്ഞാൽ ഫത്വ പ്രഖ്യാപിക്കും. ആരാധന, വിഗ്രഹാരാധന എന്ന് പറയുന്നതൊക്കെ പരിപൂർണമായിട്ട് ഇല്ലാതാക്കുന്ന ഒരു മതമാണത്. അതിനെ ഒരിക്കലും പിന്നെ ന്യായീകരിക്കാത്ത ഒരു മതമാണത്. ഒരിക്കലും അതിനെ അംഗീകരിക്കാത്ത ഒരു മതവുമാണ്. പിന്നെ ഏകദൈവം, അപ്പോൾ അവർക്ക് ഏക പെൻഷൻ, 1 റാങ്ക് 1 പെൻഷൻ എന്നൊക്കെ പറയുന്നത്, ഏക തെരഞ്ഞെടുപ്പ് പറയുന്നത് വലിയ അലർജിയാണ്. 1 നേഷൻ 1 ഇലക്ഷൻ ഒക്കെ പറയുന്നത് വലിയ അലർജിയാണ്. 1 നേഷൻ 1 എന്താ പറഞ്ഞ അന്നൊരു കോൺഗ്രസ്സുകാരൻ ആക്ഷേപിച്ചല്ലോ, 1 നേഷൻ 1 സിന്ദൂർ എന്നും പറഞ്ഞ് ആക്ഷേപിച്ചു. സിന്ദൂർ ഓപ്പറേഷൻ നടന്നപ്പോൾ അതൊന്നും എതിർപ്പല്ല. പക്ഷേ 1 വേൾഡ് 1 റിലിജിയൻ ഒരു കുഴപ്പമില്ല. ബാക്കി എല്ലായിടത്തും ബഹുസ്വരത വേണം അവർക്ക്. പക്ഷേ 1 റിലിജിയൻ 1 വേൾഡ് എന്നുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ ആദർശത്തിന് അവർ 100% അനുകൂലമാണെന്നാണല്ലോ കൂട്ടുപിടിച്ചുകൊണ്ട് നിലമ്പൂരിൽ മത്സരിച്ചതിൻ്റെ അർത്ഥം. ഈ രാഹുലിന് എന്തായാലും ഇപ്പോൾ മതത്തേക്കാൾ അദ്ദേഹം പ്രാധാന്യം നൽകുന്ന ജാതിക്കാണ്. ഈ നമ്മുടെ കേരളത്തിൽ കാണുന്നുണ്ടല്ലോ വേടന്റെ ഒരു സ്വഭാവമുണ്ട്. അതാണിപ്പോൾ രാഹുൽ ഗാന്ധി ഉത്തർപ്രദേശിലും ബീഹാറിലും എല്ലാം തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ തന്ത്രമായി പറയുന്നത്. ഈ ജാതി, കാരണം പിന്നോക്കരെ സവർണ ആക്രമിക്കുന്നു, ഇവിടെ പിന്നോക്കർ എന്താണ് ഇവിടെ ഉള്ളത്, ആ രീതിയിലുള്ള ഒരു ജാതി ചോദിച്ചുള്ള ഒരു തന്ത്രമാണ് അദ്ദേഹം ഇപ്പോൾ ബീഹാറിലും ഉത്തർപ്രദേശിലെല്ലാം കണ്ടത്. അതുകൊണ്ടാണല്ലോ അവർ ജഗജീവൻ റാവിനെ പിടിച്ച് പ്രധാനമന്ത്രിയാക്കിയത്. ശരിക്കും പറഞ്ഞാൽ മുഹമ്മദ് അലി ജിന്നയെ പ്രധാനമന്ത്രിയാക്കിയെങ്കിൽ പാകിസ്ഥാൻ പ്രശ്നം അല്ല, വിഭജനം എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാവുകയില്ല. നെഹ്റുവിന് പ്രധാനമന്ത്രിയാവാൻ വേണ്ടിയിട്ട് ചെയ്തൊരു പരിപാടിയാണ്. പ്രധാനമന്ത്രിയായി കുറച്ച് നാൾ ഭരിച്ചു കഴിയുമ്പോൾ അങ്ങനത്തെ സന്തോഷമാകും. അത് മതിയായിരുന്നു പ്രസിഡൻ്റായിട്ട് അദ്ദേഹം ഇരിക്കുമായിരുന്നു. ഒരു കുന്തവും സംഭവിക്കത്തില്ല. എത്രയോ പേര് മുസ്ലിം നേതാക്കൾ ഇവിടെ നമ്മുടെ രാഷ്ട്രപതിമാരായിട്ട് ഇരുന്നിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ APJ അബ്ദുൽ കലാം വരെ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? ഒരു പ്രശ്നവുമില്ല. അപ്പോൾ അധികാരം തങ്ങളുടെ കയ്യിൽ വേണമെന്നുള്ള അത്യാഗ്രഹത്തിൻ്റെ പേരിൽ നഷ്ടപ്പെട്ടതാണ് ഇന്ത്യക്ക് അഭിവക്ത ഇന്ത്യ എന്ന് പറയുന്ന, ഏകഭാരതം എന്ന് പറയുന്ന ആ ഒരു സങ്കല്പത്തിലെ ഒരു ചിത്രം വയ്ക്കാൻ പോലും അവർ സമ്മതിക്കത്തില്ല. ഏകഭാരതത്തിനെതിരാണ് അവർ എന്നുള്ളതാണ്. അഖണ്ഡ ഭാരതം എന്നുള്ള സങ്കല്പത്തിന് പോലും പൊളിറ്റിക്കൽ മാപ്പിൽ അതില്ല. അതിൻ്റെ സങ്കല്പ ചിത്രം വെച്ച് അഭിനീന്ദ്രനാഥ ടാഗോർ വരച്ച ആ സങ്കല്പ ചിത്രത്തെ പോലും അംഗീകരിക്കാത്ത അവർ പിന്നെ മോദിയെ ജയിപ്പിക്കുന്ന ഒരു EVMനെ എങ്ങനെ വിശ്വസിക്കും, എങ്ങനെ അംഗീകരിക്കും? ഇതാണ് ചോദ്യം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.